സൺസെറ്റ് കണ്ടോ? ഞങ്ങൾ വേണ്ടേ ഇപ്പം അൽസോറ ബീച്ചിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അജ്മാൻ. ഇത് കണ്ടോ സൺസെറ്റ് കണ്ടോ? ഇത് വേണ്ടേ ഇവിടെ ഇപ്പൊ സമയം ഓൾറെഡി 7 മണിയാകാൻ 10 മിനിറ്റ് കൂടെ ഉള്ളൂ. സൺസെറ്റ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സണ്ണ്? ഞങ്ങളിങ്ങനെ സിഗ്നലിൽ കിടക്കുവാണ് കേട്ടോ. സിഗ്നലിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കണ്ടോ കണ്ടോ? നല്ല രസമാണ് കേട്ടോ. അടിപൊളിയാണ് ഇവിടുത്തെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഗ്രീനറി ഒക്കെ ഉള്ള ഒരു ബീച്ചിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ലേ, ഇഷ്ടംപോലെ മരങ്ങളും കുഞ്ഞു കുഞ്ഞു കുറ്റിച്ചെടികളും ഒക്കെ ഇവിടെ നിൽക്കുന്നത് കണ്ടോ? കണ്ടോ എന്ത് രസമാണ് നോക്കിക്കേ. കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സൂര്യൻ അസ്തമിക്കുന്ന കേട്ടോ സമയമാണ് കേട്ടോ ഇത്. കണ്ടല്ലോ ഇത് കണ്ടോ? അൽസോറ മറീന 1 എന്ന് എഴുതിയേക്കുന്നുണ്ടോ? 2 പൂച്ചകൾ ഇവിടെ ഇങ്ങനെ. ഇതേണ്ട ഒരെണ്ണം ഞങ്ങളെ കണ്ടപ്പോൾ പേടിച്ചോടിപ്പോയി. ഹേടാപ്പി കടന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയില്ലേ ഹേടാ കൂട്ടാ? ബാ, അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇതാണ്ട് ബോട്ടുണ്ട് ഇവിടെ കിടപ്പോൾ. ഞങ്ങൾ ബോട്ട് എങ്ങനെ പോകാം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഉണ്ണിപ്പാപ്പൻ ബോട്ടിങ്ങിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി പോയിക്കോ കേട്ടോ. ഇപ്പം ബോട്ടിങ് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. നമുക്ക് നോക്കാം. ഇതുണ്ടോ ഈന്തപ്പഴം നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. ചൂട് സമയത്താണ് ഈന്തപ്പഴം ഉണ്ടാകുന്നത്. ഇതുണ്ട് എന്ത് രസമായിട്ടോ ഈന്തപ്പഴം കിടക്കുന്നുണ്ടോ. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഈന്തപ്പഴം ഇതുപോലത്തെ ഈന്തപ്പഴമാണ് കേട്ടോ. നല്ല ഫ്രഷ് ഈന്തപ്പഴം കണ്ടോ. ഇതാണ് കേട്ടോ. ഇതുണ്ടോ ഇവിടെ പല തരത്തിലുള്ള ബോട്ടുകൾ കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്കൊരു ബോട്ട് കിട്ടിയതായിട്ടാണ് തോന്നുന്നത്. അപ്പം പെട്ടെന്ന് വാന്ന് പറഞ്ഞ് ഉണ്ണിപ്പാപ്പൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആരൊക്കെ ബോട്ടിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ച് അതേണ്ട ഹിച്ചുവും സന്നിറ്റും ഓടുന്നു. ഞങ്ങൾ അത്യാവശ്യം ഫാസ്റ്റായിട്ടാണ് കേട്ടോ നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ബോട്ട്. നമുക്ക് ഓടിപ്പം. ഇതുണ്ട് ബോട്ട് കിടക്കുന്നുണ്ടോ? ഇതൊരു അടിപൊളി ബോട്ടാണ് കേട്ടോ. വലിയ ബോട്ടാണേ. ഞങ്ങൾ പോകുന്ന അത്ര വലിയ ബോട്ടൊന്നുമല്ല, എന്നാൽ ഒരുപാട് ചെറിയ ബോട്ടും അല്ല കേട്ടോ. ഇതുണ്ടോ എന്ത് രസമായിട്ടാണ് ഇവിടെ പുല്ലൊക്കെ പിടിപ്പിച്ചേക്കുന്നുണ്ടോ. നമ്മുടെ നാട്ടിൽ ഈ ആറിൻ്റെ തീരത്തൊക്കെ കാണുന്ന സൈസ് പുല്ലാണേ. ഒത്തിരി ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതേണ്ടേ ഇഹാൻകുട്ടനും ഇസ് ബേബിയും ഹെലമോളും ഹേബലൂട്ടനും ഉണ്ണിപ്പാപ്പനും എല്ലാവരും പോകുന്നുണ്ടോ. ഞാൻ ഓടി തളർന്നു. ആക്ച്വലി ഹെയ്ഡൻ കുട്ടനും ചെറിയ ഉറക്കമൊക്കെ ആയതുകൊണ്ട് ഇതാണ്ട് ഓടി അവനെ മടുത്തു കേട്ടോ. ഇതേണ്ട സമയം പോകുന്നു. ഞങ്ങൾ വേഗം ബോട്ടേ കയറട്ടെ. ഇതേണ്ടേ ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട്. ഇതേണ്ട ഹെയ്ഡൻ കുട്ടനാണെങ്കിൽ തളർന്നു കേട്ടോ. പാവം, അവന് ചെറിയ മയക്കമായതുകൊണ്ട്. ഇതുണ്ടോ എന്ത് രസം. അങ്ങനെ ഇതേ ഞങ്ങൾ ബോട്ടെ കയറിയിരിക്കുക കേട്ടോ. ഇതേണ്ടേ ഹിച്ചു ഹേടാപ്പ് ചെയ്തിരിക്കുന്നു. ഉണ്ണിപ്പാപ്പൻ ഹെലമോള് ഹേബലൂട്ടൻ നിഹാൻകുട്ടൻ. അപ്പം അങ്ങനെ ഞങ്ങൾ ബോട്ട് പോകാൻ തുടങ്ങുവാണ് കേട്ടോ. ബോട്ട് മൂവ് ആകാൻ തുടങ്ങുക. അങ്ങനെ ബോട്ടിൻ്റെ ഡ്രൈവർ ചേട്ടൻ കയറിയിരുന്നു. ഇതാ കേട്ടോ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ. ഞങ്ങൾ പോവാണ് കേട്ടോ. കാണുന്നില്ല.
ഫോട്ടോഷൂട്ട്, ഒരു രക്ഷയില്ലാത്ത ഫോട്ടോഷൂട്ട്. ഇത് കണ്ടോ അടുത്തത് ഒട്ടും മോശം വരത്തില്ല ഇതേ ഫോട്ടോഷൂട്ടിന്. അയ്യോ എന്തല്ലേ 4 വയസ്സും 3 വയസ്സും. നോക്കിക്കേ എന്താ ഭംഗിയിൽ പോസ് ചെയ്യുന്നു. നമുക്ക് ഉണ്ടോ എന്തൊക്കെ സ്റ്റൈൽ വേണമെന്ന് ഈ 3 വയസ്സിനോടും 2 വയസ്സിനോടും ചോദിച്ചാൽ മതി. അത്രയേറെ പോസുകൾ തരും. മൊത്തം ട്രെയിനിങ്ങും ഈ ഉണ്ണിപ്പാപ്പനാണ്. ഈ ഉണ്ണിപ്പാപ്പനാണ് പിള്ളേർക്ക് ട്രെയിൻ ചെയ്യുന്ന ആൾ കേട്ടോ. ആർക്കെങ്കിലും ഫോട്ടോ ഇങ്ങനെ എന്താ പറയുക ഫോട്ടോഷൂട്ടിനൊക്കെ വേണമെങ്കിൽ ദേ ഉണ്ണിപ്പാപ്പനെ സമീപിക്കുക. കണ്ടോ എന്ത് രസമായിട്ട് നിൽക്കുന്ന നോക്കി രണ്ടുപേരും. ഓക്കെ അടിപൊളി. ഹെയ്ഡാപ്പി ആണെങ്കിൽ ആകെ അപ്സെറ്റ് ആണ് കേട്ടോ. ഓ ഉണ്ണിപ്പാപ്പ ഓക്കെ അതേ വീണു പോയി. ഒന്നും പറ്റിയില്ല. ഇപ്പോൾ ഒരു പിണക്കുണ്ടേ, ആ പിണക്കിൽ തീരും എല്ലാ പ്രശ്നവും. ഉണ്ണിപ്പാപ്പൻ ഇഹാൻകുട്ടൻ നോക്കിയത് എൻ്റെ ഓട്ട മത്സരം നടത്തുന്നു കേട്ടോ. എൻ്റെ സൺടാൻഡി ഹേവലോട്ടിന് പോകുന്നു. 1 2 3 ആര് ജയിച്ചു ഉണ്ണിപ്പാപ്പൻ? അടുത്ത് കേട്ടോ. ഇതുണ്ടോ അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ. ഇത് ഒരുപാട് നമ്മുടെ മറ്റേ അംബ്രല ബീച്ച് നിങ്ങൾ കണ്ടില്ല? അംബ്രല ബീച്ചൊക്കെ പോലെ തന്നെ കുറേ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ബോട്ടിംഗ് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരാൾക്ക് 5 dirhams ആണ്. ഓൾമോസ്റ്റ് ഒരു 10 to 15 minutes ആണ് കേട്ടോ ബോട്ട് അപ്പ് ആൻഡ് ഡൗൺ. അതായത് നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് വരും. പെർ പേഴ്സൺ 5 dirhams ആണ്. ആക്ച്വലി ഹെലമോക്കും ഇസബേബിക്കും ഇഹാൻകുട്ടനും ഹേവലൂട്ടനും ഒരു ടിക്കറ്റ് എടുത്തില്ല. അങ്ങനെ അപ്പോൾ പറഞ്ഞു തന്നപോലെ ആൾക്ക് 5 dirhams ഉള്ളൂ. ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ പിള്ളേരെയൊക്കെ കൊണ്ട് ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ വെക്കേഷൻ ടൈമല്ലേ, പിന്നെ ഇച്ചുവിന് ഇന്ന് ഓഫാണ്. അപ്പോൾ ഉണ്ണിപ്പാപ്പൻ പൂനെയിൽ നിന്ന് തിരിച്ചെത്തി. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചെറിയൊരു ട്രിപ്പൊക്കെ നടത്തി കേട്ടോ. ഇനി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് കേട്ടോ. നല്ലൊരു വൈബാണ് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ നടക്കുക. അപ്പം എല്ലാവർക്കും ലൈം ജ്യൂസൊക്കെ കുടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. നോക്കട്ടെ ലൈം ജ്യൂസ് കിട്ടുമോ എന്താണ് കിട്ടുന്നത്. ഞങ്ങൾ ഓൾറെഡി ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ചായയും നമ്മുടെ ബനാന ഫ്രൈ ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ ഇപ്പം ഇവിടെ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ചെറിയ ചൂടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഒരു പനയിൽ ആക്ച്വലി ഈന്തപ്പനയിൽ ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവരും നല്ല വിസിബിളായിട്ട് കാണാം. ഓ 2 പേര് ഇവിടെ ഇരുന്നിട്ട് എന്നെ പേടിപ്പിക്കാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വരുന്ന വഴിക്ക് അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങൾ കാറിലെത്തി. അപ്പോൾ കാറിൽ കയറിയിട്ട് കാണിക്കാം. ഈസ്റ്റ് ബേബി കാണിക്കുന്നുണ്ട്. ഈസ്റ്റ് ബേബി ഒന്നുകൂടെ കാണിച്ചേ, ഒന്നുകൂടെ ചെയ്തേടി. അയ്യോ വാവ് നോക്കിക്കേ 2 അവളുമാർ കാണിക്കുന്ന പണി എന്തൊക്കെ കുരുത്തക്കേട. നാട്ടിലാണെങ്കിൽ മരത്തെ കയറുമെന്ന് പറയാം, ഇവിടെ ആണെങ്കിൽ ഇതേ കമ്പിയുടെ ചുറ്റും നടക്കുന്നു. ഞങ്ങൾ ബനാന എന്താണ് സംഭവത്തിൻ്റെ പേര് നോക്കട്ടെ. ബനാന എന്ന് പറയുന്ന ഒരു കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ ഇവിടെ ഞങ്ങൾ ഷേക്ക് എന്തെങ്കിലും കുടിക്കാന്നുള്ള രീതി വന്നാണ് കേട്ടോ. വേണ്ട ഈ ചേട്ടനാണ് കേട്ടോ നമ്മൾക്ക് ഷേക്കൊക്കെ എടുത്തുതരാമെന്ന് പറഞ്ഞേ. ഇതൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കിട്ടുന്ന ഐറ്റംസ്. ഇതുണ്ടോ അതാ ചേട്ടൻ പറഞ്ഞതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടോ അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഇതേട്ടെ ഉണ്ണിപ്പാപ്പനും സെൻറ്റാൻറ്റിയൊക്കെ എന്തൊക്കെയോ ഓർഡർ കൊടുത്തിട്ടിരിക്കുന്നത്. എന്താ ഓർഡർ ചെയ്തോ? ഓർഡർ ചെയ്തില്ല? ഓക്കെ വേണ്ടേ ഇതേണ്ട കേട്ടോ. ഓക്കെ ദേ ഇഹാനും ഹെയ്ഡാപ്പിയും കൂടെ എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഇവിടെ. What do you want, Heydapi? Chocolate peanut butter? Okay. What do you want? Milkshake? Milkshake. No, tell me one. Okay. Okay. Hangout enda? Something with ice cream, right? Okay. Da. ഈ ഐസ്ക്രീം ഒക്കെ അടിപൊളിയാണ് കേട്ടോ. നോക്കിക്കേ നല്ല രസം. ഓക്കെ നമുക്കിത് പിന്നെ എടുക്കാം കേട്ടോ. ഓക്കെ ഇത് വേണോ? ഓക്കെ ഓക്കെ. ഇത് പീനട്ട് ബട്ടർ ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇത് ഹെയ്ഡൻ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഓക്കെ ഹെയ്ഡൻ. ഇത്
മിന്റ് ലൈമാണ് കേട്ടോ. നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ. വന്ന 2 സാധനങ്ങൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സൂപ്പറാണ് കേട്ടോ. നമുക്കേ പീനട്ട് എന്താ പറയുക മിൽക്ക് ഷേക്ക് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവേ. അടിപൊളി, നല്ല തണുപ്പും അടിപൊളി സാധനം കേട്ടോ. ഈ 2 ചേട്ടന്മാരാണ് കേട്ടോ ഇവിടെ എല്ലാം പ്രിപ്പയർ ചെയ്തിരുന്നത്. കാണാൻ പറ്റുമോ? അയ്യോ ഇവരൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പ്രൊഫഷണൽസ്. ഇവിടെ കിട്ടും കേട്ടോ മട്ട ഫലൂദ, ഇതേ അറബ് കോക്ടെയിൽ ജ്യൂസ് ഇവിടെ കിട്ടും. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ അടിപൊളി സാധനങ്ങളാണ് കേട്ടോ കിട്ടുന്നത്. ലെമൺ മിന്റ് ഒന്ന് try നോക്കാം. നല്ല സുഖം പയർന്ന്. ഇതാണ് ചിക്കു ചോക്ലേറ്റ് മിൽക്ക് അല്ലേ? ചിക്കു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. ഓക്കെ, ഇത് കഴിച്ചോക്കെ ബേബി. ദൈവമേ, സലമാൻ കുടിച്ചേ. സലമാൻ കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. എങ്ങനെയുണ്ടെന്ന് പറ കുടിച്ചിട്ട്. ഇതാണ് പാഷൻ വണ്ടർ കേട്ടോ. ഇതെങ്ങനെ കഴിക്കുന്നത് ഒന്ന് നോക്കട്ടെ. കഴിച്ചോക്കട്ടെ. നമുക്ക് ഇതിന്റെ കുറച്ച് ഐസ്ക്രീം, പിന്നെ ഇതിന്റെ മണ്ടയ്ക്ക് ഇട്ടിരിക്കുന്ന കുറച്ച് കിവി. ഐസ്ക്രീം ആണോ? മോന്റെയാ. അപ്പം നമുക്ക് ഇതൊന്ന്, ഇതാണ് പാഷൻ വണ്ടർ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അപ്പൊ ഇതിനകത്ത് പാഷൻ ഫ്രൂട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കഴിച്ചോക്കാം. അയ്യോ ഇത് ടെൻഡർ ആണ് കേട്ടോ. ഇത് ടെൻഡർ. അതുപോലെ തന്നെ ഇതിനകത്ത് മാംഗോ ഉണ്ട്, കിവി ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. അടിപൊളി സാധനമാണ് കേട്ടോ. കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഹെലമോൾ എനിക്കിത് തരുന്ന യാതൊരു ചാൻസും കാണുന്നില്ല, വഴക്കുണ്ടാക്കുന്നു. പക്ഷെ കഴിച്ചു നോക്കട്ടെ. ഉണ്ണിപ്പാപ്പ അല്ല, ഇത് ആക്ച്വലി മുന്തിരി സോഡയാണ് ഇവർ കുടിക്കുന്നേ. അത് ഒരു കല്യാണത്തിന് സ്റ്റേജ് വെച്ച് കുടിച്ചാണ്. ഓർമ്മ പുതുക്കാൻ വേണ്ടി ഇവരോട് കുടിച്ചു. ഇനി ഇത് ഞാൻ വലിച്ചെടുത്തു കേട്ടോ. അത് കിട്ടിയോ? സോഡയാണ്. ഇപ്പൊ ഉണ്ണിപ്പാപ്പന് സെന്റാൻഡിൽ അടിപൊളിയെന്ന് പറഞ്ഞു. ഞാൻ ഉച്ച ഒന്ന് ട്രൈ ചെയ്തേ. നല്ല വഴക്കുണ്ട്. നല്ല ഹെലമോൾ വീണ്ടും സാധനം കഴിക്കുന്ന കേട്ടോ. ആക്ച്വലി ഫുഡ് പോയിസൺ അടിച്ചിരിക്കുന്ന ഉണ്ണിപ്പാപ്പനാണ് ഈ സാധനങ്ങളെല്ലാം കുടിക്കുന്നത്. കണ്ടോ എന്റെ ഹെയർ. ഞങ്ങൾ ആക്ച്വലി ടാബ്ലറ്റ് ഒക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി വെച്ചേക്കോ ഉണ്ണിപ്പാപ്പനെ. ഇത് മാംഗോ മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ. ഗ്ലാസ്സുകൾ അടുക്കി വെച്ചിരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. പല പല ഗ്ലാസ്സുകൾ ഇതിനകത്താണ് കേട്ടോ നമ്മുടെ. എങ്ങനെ ഉണ്ടിച്ചു? നൈസ്. ഓക്കെ, അയ്യോ.
അങ്ങനെ നിഷ കുഞ്ഞമ്മയുടെ മോൻസ് മാമന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ടേബിളുണ്ട് ഇവിടെ കയറി ഇരിക്കുന്നുണ്ട് ചേച്ചിയുടെ കയ്യില്. ഇപ്പൊ കിട്ടും. ഇപ്പൊ അങ്ങോട്ട് ചെല്ലേ, അവിടെ 2 ചേച്ചിമാരുണ്ട്. അയ്യോ ആൻഡ്രിയമ്മയുടെ എക്സ്പ്രഷൻ കണ്ടോ? ഇവിടുത്തെ കുഞ്ഞുതാരത്തെ കണ്ടോ? കുഞ്ഞി ഇത് കണ്ടോ? ഓ ഈ സുന്ദരി മതിയേ, ഇതൊക്കെ തന്നെ ധാരാളമാ അല്ലേടി വേണേ അല്ലേ? അങ്ങനെ ഞങ്ങള് സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അമ്മയാണെങ്കിൽ പാവം ഇതേണ്ടേ, അമ്മ കുളിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളതാ പറഞ്ഞു. അമ്മയ്ക്ക് ഒരുങ്ങാൻ സമയം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇതാണ് നടക്കുന്നത്. എൻ്റെ കുഞ്ഞാരാധിക ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ എപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടാലും എൻ്റെ കുഞ്ഞാരാധിക എപ്പോഴും അത് കാണുമെന്നാണ് പറയുന്നത് കേട്ടോ. കുഞ്ഞി ഇങ്ങോട്ട് നോക്കിക്കേ. ഞാൻ പറഞ്ഞില്ലേ വേണ്ട കേട്ടോ. ഹേബിൾ ഇവിടെ സെറ്റാണ്. നോക്ക് ചേച്ചി, ഹേബിൾ നടക്കാൻ തുടങ്ങി. അതെ അമ്മച്ചി പിന്നെ അല്ല ഇതാ കാണ്. അമ്മച്ചി എപ്പോഴും സുന്ദരിയല്ലേ? എൻ്റെ കമന്റിൽ ഇടണം കേട്ടോ അമ്മച്ചി സുന്ദരിയാണോന്ന്. വേണ്ടോ മോൻസ് മാമൻ? അല്ല അമ്മയ്ക്കൊരു സങ്കടം, അമ്മ ഒരുങ്ങിയില്ല എന്നൊന്ന്. അല്ല ആഗ്നസിനൊരു സങ്കടം, അമ്മയുടെ ഹേബൽ ഇരിക്കുന്നു. അല്ലേ പേർലിയാനിയുടെ പോലത്തെ മുടി ചേച്ചിക്കല്ലേ? അയ്യോ അയ്യോ നേരത്തെ നിർത്തിക്കാൻ മോനെ, എടുക്കണ്ടടാ. വെയിറ്റ് ഇല്ല. ഇതാ ഹേബലൂട്ടിന് ഇവിടെ വന്നിട്ട് നടക്കുന്ന കണ്ടോ? എന്നെ കൊണ്ട് വിശേഷം. ഇവിടുന്ന് കുറെ തുണിയെല്ലാം മടക്കിയത് 3-4 പ്രാവശ്യം മടക്കി ചട്ടമ്പിയാ, കുഞ്ഞു ചട്ടമ്പി. ഇതാണ്ടേ നമ്മുടെ നിശ്ചയിച്ചൊരു മമ്മി നാട്ടിൽ നിന്ന് വിളിക്കുന്ന കേട്ടോ. നാട്ടിൽ നിന്ന് വിളിച്ചപ്പം ഇതാണ്ട് ഞങ്ങൾ വന്ന പ്രമാണിച്ച് എല്ലാവരെയും കാണിക്കുന്ന കേട്ടോ കാണുന്നേ. ഇത് നിശ്ചയിച്ചൊരു മമ്മിയാണേ. ഇതാണ്ട് കേട്ടോ മമ്മിയോട് ചേച്ചി സംസാരിക്കുന്ന കേട്ടോ കാണുന്നേ. ഹേബലൂട്ടൻ കട്ടിലേക്ക് കയറിയിരിക്കുന്നുണ്ടോ? ഇത് ഹാങ്ങൂട്ടനും കയറിയിരിക്കുന്നു. ഇത് ഇവിടുത്തെ കുഞ്ഞു മാവയ്ക്ക് കിട്ടിയ കാറാണ് കേട്ടോ ബർത്ത്ഡേക്ക്. അതൊന്ന് ഓടിച്ചു നോക്കുവാണ്. ഹേഡാപ്പി ഒരു പാവക്കുട്ടനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നുണ്ടോ? കുഞ്ഞി കുഞ്ഞി എടി കുഞ്ഞി കുഞ്ഞു മണി ഇവിടെ വരാൻ. ഇതേ കാറിനകത്ത് കയറിയിരിക്കുന്നുണ്ടോ ഹേബലൂട്ട? ഹേബലൂട്ട കാർ ഓടിച്ചേ ഇരിക്കേ. ആ സെറ്റ് സെറ്റ് ഹേബലോ സെറ്റ് സെറ്റ്. ഇരുന്നേ ഹേബലോ ഇരുന്നേ. അതെ അതെ ഇതാ തണുത്തോളൊക്കെ കുടിക്കുന്നുണ്ട് പാപ്പൻ. ഇത് കണ്ടോ കാണിക്കുന്ന പരിപാടികള്? ആഗ്നസ് ബേബി അവിടെ കയറിയിരുന്നു കേട്ടോ. നിന്നോണ്ട് കാർ ഓടിക്കാനാ ഹേബലിന് ഇഷ്ടം. കൊടുക്കട്ടെ ചേച്ചി പെണ്ണ്. മറ്റേ ബോക്കറെ ഇങ്ങനെ ബോക്കറെ നടന്ന് വന്ന് കട്ടിലിന്റെ സ്വഭാവം എടുത്തിട്ട് വന്നിട്ടുണ്ടല്ലോ, കേറി അങ്ങ് പോകും. അല്ല ഞാൻ ഓർത്ത് വോക്കറേന്ന് എന്തായാലും ഇറങ്ങുന്ന സ്ഥിതിക്ക് ഇതുപോലത്തെ ഒരെണ്ണം വെക്കുവാണല്ലേ ഫുഡും കൊടുക്കാൻ എളുപ്പമുണ്ട്. പിള്ളേരെല്ലാം ഓരോന്നോരോന്ന് കഴിച്ചേ. ആഗ്നസ് ബേബി ബിസ്ക്കറ്റ് മേടിച്ച ബിസ്ക്കറ്റ്. ആഗ്നസ് ഇതാ ബിസ്ക്കറ്റ് ബേബി, ഇതാ ബിസ്ക്കറ്റ് അമ്മ തരുന്നു. ചേച്ചി ഇവിടെ നിന്ന് ബിസ്ക്കറ്റ് വിതരണം ചെയ്തോളൂ നടക്കോട്ടെ പിള്ളേർക്കൊക്കെ. ചേച്ചി ഹേബൽ നണ്ണം കൊടുക്കുവോ? അതായിരിക്കുന്നു കൈ കൊടുത്താ മതി. അവനെ 8 പല്ല് വന്നു, മേളിൽ 4 താഴെ 4 മതി. എന്ത് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടിരുന്ന എന്റെ മനുഷ്യനാണെന്നറിയോ? നോക്ക് ഇപ്പൊ തലയൊക്കെ ആണെങ്കിൽ ഇരിക്കുന്നുണ്ടോ? എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരുന്നതാന്ന്. ഇപ്പൊ ഒരു ജോലിക്ക് കയറിയ എന്റെ കഷ്ടപ്പാടാ കാണുന്ന മുഴുവനും.
നാട്ടിലിരിക്കുന്ന പപ്പായും അമ്മയൊക്കെ ഇത് കാണുന്നുണ്ടോ? കഷ്ടപ്പെടുന്ന ചെറുക്കനെ കാണുന്നുണ്ടോ? കണ്ടോ കണ്ടോട്ടോ ഞങ്ങൾ മോൻസ് മാമൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ണിപ്പാപ്പൻ്റെ വീട്ടോട്ട് പോകട്ടോ. അതേണ്ടേ അമ്മച്ചി റെഡിയായി, ബാക്കിയുള്ളവരൊക്കെ റെഡി ആവുന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ അച്ചാച്ചൻ. 1 വർഷമായി മരിച്ചിട്ട്, പെട്ടെന്ന് മരിച്ചതാണ് കേട്ടോ. അറ്റാക്ക് ആയിരുന്നു, പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ഞങ്ങൾക്കൊക്കെ പേഴ്സണലി നല്ലപോലെ അറിയാം, ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു കേട്ടോ. ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ 1 വർഷം മുമ്പ് അച്ചാച്ചൻ മരിച്ചുപോയി. അങ്ങനെ ഇത് മുറിച്ചേൻ്റെ അച്ഛനാ കേട്ടോ. ടേബിലോട്ട് ഞാൻ തിരുന്ന് മടുത്ത് കേട്ടോ, പാവം കുഞ്ഞിപ്പെണ്ണേ. ഇവര് വാരി പെണ്ണെ, ഇവര് വാരി കല്ലു പെണ്ണെ, ഇവര് വാരി കല്ലു പെണ്ണെ. യോ ഉടുപ്പൂരണ്ട. ചേച്ചി സഹായിക്കാൻ പോകുന്നു ഉടുപ്പൂര. ഉടുപ്പൂരണ്ട ആഗ്നസ് ബേബി കുഞ്ഞി. ഊരി തന്നു. ആഗ്നസ് ബേബി ഇതേ, ആഗ്നസ് ബേബി ഇതേ എടുത്തു. ഇത് ചേച്ചി എടുത്തു. മോൻസ്മാമന്റെ വീട്ടിൽ നിന്ന് ഉണ്ണിപ്പാപ്പന്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇതേണ്ടേ ചെരുപ്പിടിക്കുന്നുണ്ടോ? ഇതുണ്ടോ ചെരുപ്പിടുന്നുണ്ടോ? അങ്ങനെ ഞങ്ങളെല്ലാം വീടൊക്കെ പൂട്ടി ഇറങ്ങുവാണ് കേട്ടോ. ഇതാണ്ട് എല്ലാവരും ലിഫ്റ്റൊക്കെ കയറാൻ തുടങ്ങും കേട്ടോ. ഇവിടെ എല്ലാവരും കയറി ഗ്രൗണ്ടിലേക്കോ ഇതേ നിൽക്കുന്നത് പിള്ളേരെല്ലാം. ആഗ്നസ് ബേബി വേണ്ട കേട്ടോ. അമ്മച്ചി ഇതാണ്ട് സുന്ദരിയായിട്ടിരിക്കുന്നു. ഹെലമോള് അമ്മച്ചിയെ കൊണ്ട് പോകുന്നതാണ്ടോ. എന്നെ കൊണ്ട് കയ്യെ പിടിക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഞാൻ അമ്മച്ചിയെ പിടിച്ചോണ്ട് പോക്കോളാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാളെ ലിഫ്റ്റ് ഒന്ന് ഞെക്കുവോ? അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലെത്തി. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ഞങ്ങളെ സ്വീകരിക്കാൻ ഒരു കുഞ്ഞു നിൽക്കുന്നു. ഓടിപ്പോയി വെച്ചുകൊണ്ട് അമ്മച്ചി ഇവിടെ ഉണ്ട്. അമ്മച്ചി എവിടെയെങ്കിലും പോയി ഇരുന്നോ അമ്മച്ചി കുറച്ച് നേരം? അധ്വാനിക്കുന്ന ഉണ്ണിപ്പാപ്പനെ കണ്ടോ? എന്താണ് ഐക്യം എന്ന് നോക്കിക്കേ. ഹെലമോളാണ് അമ്മച്ചിക്ക് വീശി കൊടുക്കുക. AC ഇട്ടേക്കുന്ന വീട്ടിൽ വീശുന്ന ആളെ ആദ്യം കാണുക. എന്തിനാ ഹെലമോൾ അമ്മച്ചിക്ക് വീശി കൊടുക്കുന്നേ? അമ്മച്ചി ഭയങ്കര ഇഷ്ടമാണോ? ഓക്കെ മോളെ ഇങ്ങനെ ഇറങ്ങിക്കടാ. ആഗ്നസ് ബേബി താഴെ ഇറങ്ങി വീഴും. എന്താ ദേ പോണു അടിച്ചു പോവാ. പിള്ളേരെല്ലാം കൂടി ഇവിടെ കയറിയിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ. എന്താ കളിക്കുന്നേ? രാത്രിയിലാണ് സ്കൂളിൽ നിന്ന് വരുന്നേ? ഓക്കെ ഇതാ ഭയങ്കര കളിയാണ് കേട്ടോ. ഇതുങ്ങളെല്ലാം കൂടി ഇവിടെ ഭയങ്കര കളിയാ. ഇതാണ് കേട്ടോ ഉണ്ണിപ്പാപ്പൻ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ബീഫ്. ഇത് സന്റാമ്മയുടെ വീട്ടിൽ നിന്ന് പപ്പായും മമ്മിയും കൊടുത്തയച്ചതാ. ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. അടിപൊളി. ഇതാണ് നിഷക്കുഞ്ഞമ്മ ഇവിടെ ഇരിപ്പുണ്ട്. സഞ്ചാമ്മ ഉണ്ണിപ്പാപ്പൻ ഇതാ വരുന്നു. ഇതേണ്ട കേട്ടോ കപ്പ, ബീഫ്, അച്ചാറുകള് അടിപൊളി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡിന്നർ. ഇന്നത്തെ ഡിന്നറ് ഇതുണ്ടോ നല്ല പുളി വെച്ച് അരച്ച നല്ല പുളിയൊക്കെ വെച്ച് അരച്ച അടിപൊളി ചമ്മന്തി ഉണ്ട് കേട്ടോ. റെസിപ്പി വേണ്ടവർക്ക് ഞാനിത് പറഞ്ഞു തരാവേ. ഇതേണ്ട എല്ലാരും കഴിക്കുന്ന കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ആക്ച്വലി 11:45. അപ്പം ഇനി ഈ വ്ളോഗ് ഇവിടെ തീരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയും ഞങ്ങളുടെ എന്താ പറയുക ഫുഡും കാര്യങ്ങളും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ സീ വിത്ത് അനദർ ഗുഡ് വീഡിയോ. ബൈ, ടേക്ക് കെയർ ഓൾ. ഒക്കെ ഇറങ്ങുവായി മോൻസിമാമയൊക്കെ. ഇതാ അവർ പോകുന്ന കേട്ടോ കാണുന്ന വീട്ടില്. സമയം ഓൾറെഡി 12:45 കേട്ടോ. ഇതാ പോ. ഇതേണ്ട കേട്ടോ ഇവര് പോവായി. ബൈ ആഗ്നസ് ബേബി ബൈ. ഇതേണ്ട ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആയിട്ടോ കേട്ടോ പോകുന്ന ഇവിടുന്ന്. ഉമ്മ ഉണ്ടോ ആന്റിക്ക്? എനിക്ക് ഉമ്മ ഉണ്ടോ പെണ്ണെ? കുഞ്ഞിക്കൊമ്പൊക്കെ കെട്ടി. ഓക്കെ ടാറ്റാ ബൈ 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 ബൈ.